കുറച്ച് മുന്നേ ഞാനും അമ്മയും അച്ഛനും എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലൊരു പുതിയൊന്ന് എന്തെങ്കിലും ഡെസേർട്ട് കഴിക്കാൻ. പിന്നെ ഇത്ര സമയം ഇപ്പം തന്നെ 10 മണിക്ക് അടുപ്പിച്ചായി. സോ ഞാനുള്ള അമ്മയായിട്ട് പാത്രം കഴിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ കരുതി പുറത്തുനിന്ന് എന്തിനാ ഡെസേർട്ട്, ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയാൽ പോരെ. അപ്പം ഞാൻ കരുതി നമുക്ക് ഒരു ഹെൽത്തി ഡയറ്റ് അനുസരിച്ചുള്ള ഒരു ടിറാമിസു ഉണ്ടാക്കാമെന്ന്. അപ്പം എങ്ങനെയാ ഉണ്ടാക്കാലോ? കേർഡ് ഇവിടെ നമുക്ക് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ കറണ്ട് ടൈമിൽ നമുക്ക് യോഗട്ട് വാങ്ങിക്കാൻ ഇൻസ്റ്റാമാർട്ട് വഴി പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ കാണിച്ച കണക്ക് ഈ തൈര് തുണിയിൽ പിഴിഞ്ഞ് എല്ലാം സെറ്റാക്കി എടുത്ത് അത് കട്ടയാക്കി എടുത്തിട്ട് നമുക്കത് കുറച്ച് നേരം ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് അതിനകത്തേക്ക് വാനില എസൻസും ഹണിയും കൂടെ ആഡ് ചെയ്യുക. ഇപ്പം നിങ്ങൾ ഷുഗർ ഡയറ്റ് അങ്ങനെ ഒന്നും അല്ല, നിങ്ങൾക്ക് മധുരം വേണമെന്നാണെങ്കിൽ ഹണിക്ക് പകരം നിങ്ങൾക്ക് ഐസിങ് ഷുഗർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. ഞാൻ ഡയറ്റിലായതുകൊണ്ട് ഞാൻ ഹണി യൂസ് ചെയ്യാണ്. പിന്നെ ഹണി യൂസ് ചെയ്തിട്ട് പിന്നെ അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഫ്രീസ് ചെയ്യാൻ വെക്കുക. ഓക്കെ, എൻ്റെ തൈരിന് ഭയങ്കര പുളിയായിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, പുളി മാറ്റാനായിട്ട്. നിങ്ങൾക്ക് യോഗട്ട് കിട്ടും, പിന്നെ പുളിയില്ലാത്ത തൈരൊക്കെ കിട്ടുമെങ്കിൽ നിങ്ങളത് ചെയ്തോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടി വരില്ല. എനിക്കൊരു ECBC ടിറാമിസു ആയതുകൊണ്ട് ഞാൻ ഒരു എളുപ്പപ്പണിയാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ലെയറിന് നമ്മൾ മ്യൂസ്ലി എടുക്കും. ഇനി കുറച്ച് പീനട്ട് ബട്ടർ, കുറച്ച് കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇനി കുറച്ച് പാൽ. കുറച്ച് മതിയേ, നമുക്കിത് ഇച്ചിരി പേസ്റ്റ് കണക്കാവാം. ഇത് ഞാൻ കുറച്ച് അധികം ഒഴിക്കാൻ കാരണം ഇതിനകത്ത് പീനട്ട് ബട്ടർ ഉള്ളതുകൊണ്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ പേസ്റ്റ് കണക്കായിക്കോളും. മ്യൂസ്ലി ആൻഡ് കേർഡ് രണ്ടും നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ചേക്കാം. പനീർ ആൻഡ് ബട്ടർ, ഒരു മുട്ട. ഇനി കുറച്ച് ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് ആഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മതി, എനിക്ക് വേണം അതുകൊണ്ടിട്ടാം. ഒരു ചെറിയ സ്പൂൺ ഓഫ് ക്യാപ്ച്ചിനോ, ഏതെങ്കിലും ഒരു കോഫി പൗഡർ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. കുറച്ച് ഹണി ആഡ് ചെയ്യാം. പ്രോട്ടീൻ പൗഡർ ഒരു സ്കൂപ്പ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫൈനൽ പാർട്ടിലേക്ക് വന്നേക്കാണ്. നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, ഇതെനിക്കുള്ള ഫുഡാണ്. നമ്മളിനി അടുത്ത് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മൾ ടിറാമിസു സെറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഫ്രീസ് ചെയ്ത മ്യൂസ്ലി എടുക്കുക. അത് നമ്മൾ ഫസ്റ്റ് ലെയർ കൊടുക്കുക. ഓക്കെ, ഇത് ചെറിയ ബൗളായതുകൊണ്ട് അതനുസരിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ഇതിനകത്തേക്ക് പ്രത്യേകിച്ച് ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഈ ഡാർക്ക് ചോക്ലേറ്റ് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക, അല്ല തീരെ മധുരമില്ലാണ്ടായിപ്പോൾ. ഇനി നമ്മളുടെ പനീറും എഗ്ഗും ഒക്കെ ആയിട്ടുള്ള സാധനം ഇട്ട് കൊടുക്കണം. ഓക്കെ, അങ്ങനെ ഇത് സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് ചിയ സീഡ് ആഡ് ചെയ്യാവേ. ലാസ്റ്റായിട്ട് നമുക്ക് ഈ നട്ട്സൊക്കെ പൊടിച്ചിട്ടുള്ള സാധനം ഇടാവേ. ഇനി കുറച്ച് ചോക്ലേറ്റ് സിറപ്പ്, ഐ മീൻ ഈ ഡാർക്ക് ചോക്ലേറ്റ്. ഓ ദാറ്റ്സ് സോ പ്രിറ്റി. ലാസ്റ്റ് ലെയറിംഗ് ആണ് ഈ പനീർ ബാറ്റർ. ലാസ്റ്റ് കേർഡ്. ഇത് എത്രത്തോളം സെറ്റാവും എന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. ഞാൻ ടിറാമിസു ഇതുവരെ കഴിച്ചിട്ടുമില്ല. നമുക്ക് പക്ഷേ പുളിയുണ്ട് കേർഡിൽ, അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്രഷൻ ഇട്ടത്. കുഴപ്പമില്ല, നമുക്ക് തൽക്കാലത്തേക്ക് ഈ ഒരു ടിറാമിസു വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ ഇത്രയും നേരം കഴിച്ച ടേസ്റ്റ് ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട് ഈ ഒറ്റ കേർഡ് കാരണം. പക്ഷെ എന്നാലും നമുക്ക് യോഗട്ട് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി സെറ്റാക്കായിരുന്നു. കുഴപ്പമില്ല, യോഗട്ട് അതാ നമുക്ക് വാങ്ങാൻ കിട്ടിയിട്ടുണ്ട്. ട്രൈ. വളരെ നല്ല കുളമാക്കിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൊക്കോ പൗഡർ ഇടാം. കൊക്കോ പൗഡർ കയ്പ്പാണ്, സോ അധികം ഇടാൻ നിൽക്കണ്ട. കുറച്ചൊന്ന് ഡെക്കറേഷന് വേണ്ടി മാത്രം ഇങ്ങനെ
അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. കയ്പ്പാണ്, പുളിയും കയ്പ്പും എല്ലാം കൂടെ ആയിട്ട് കളയേണ്ടി വരും. കാണാൻ ഭംഗിയുണ്ട്, കഴിച്ചോക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൊക്കോ പൗഡറിൻ്റെ മീതയിൽ കുറച്ചുകൂടി സാധനം ഒഴിക്കാം. എങ്ങാനും കയ്പ്പായാല അതുകൊണ്ട് ഒഴിക്കാണേ. ആഹാ, ഇതിങ്ങനെ ഇനി കുളമാക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി ചോക്കോ ചിപ്പിടാം. അങ്ങനെ നമ്മൾ കൊക്കോ പൗഡർ എല്ലാം ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ലെയർ കണ്ട എൻ്റെ പൊന്നോ സീന്, കഴിച്ചാൽ മതി എന്ന് തോന്നിപ്പോവും. ഇത്ര ടേസ്റ്റായിട്ടാണ് തോന്നുക. നമുക്ക് കഴിച്ച് നോക്കാം. ശരിക്കും ടേസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയാ, ഇനി നമുക്ക് കഴിച്ച് നോക്കാം. ഓ കൊള്ളാം, പക്ഷെ നമുക്ക് തൈര് ഒഴിവാക്കായിരുന്നു. തൈരില്ലായിരുന്നെങ്കിൽ അടിപൊളിയാണ്. കാരണം അല്ലെങ്കിൽ യോഗട്ട് ഇട്ടാൽ മതി. നല്ല മര്യാദയ്ക്ക് നല്ല വൃത്തിക്കുള്ള യോഗട്ട് ഇട്ട് ചെയ്താൽ അടിപൊളിയായിരിക്കും. തൈരുള്ളതുകൊണ്ട് തൈരിൻ്റെ പുളിയൊക്കെ നല്ല വൃത്തിക്കുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ കൂടുതൽ തേനും വാനില എസൻസും കാര്യങ്ങളൊക്കെ ഒഴിക്കണം. എന്നാലും എനിക്ക് തോന്നുന്നില്ല പുളി പോകുമെന്ന്. പുളിയുടെ പ്രശ്നമുണ്ട്, അതല്ലാതെ കൊള്ളാം. അതല്ലാതെ എനിക്കിഷ്ടപ്പെട്ട്. തൈര് ഒഴിക്കണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കഴിക്കാന്നേ ഉള്ളൂ. തൈര് ദേഹത്തിന് കേട് വരുന്ന കാര്യമൊന്നുമില്ലല്ലോ, നല്ല സാധനമാണ്. പക്ഷേ പുളി കൂടിപ്പോയി. നമ്മളിങ്ങനെ ഡെസേർട്ട് കഴിക്കുമ്പോൾ പുളി നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. പക്ഷെ എന്നാലും ഓക്കെ, ഞാൻ കഴിക്കുന്നത്. ഒരിക്കൽ കഴിക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് പുളി തോന്നും. രണ്ടാമത്തെ പറ്റി നമുക്ക് ഇഷ്ടപ്പെടും. സോ ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം പുളി ഇല്ലാത്ത തൈരെടുത്ത് ട്രൈ ചെയ്യാൻ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാ, ഇത് കഴിച്ചിട്ട് ഞാൻ ഇനി എല്ലാം ക്ലീൻ ചെയ്തിട്ട് പോയി കിടന്നുറങ്ങുക. അപ്പോൾ ഓക്കെ, ബൈ, മെരി ക്രിസ്മസ്.